പൂവിൻ്റെ വാരിയേറിയതിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇന്നും നമ്മളൊരു ബൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇന്ന് നമ്മളുണ്ടല്ലോ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് പേർപ്പിൾ തീമാണ് കൊടുക്കാൻ പോണത്. നമ്മളടുത്ത് ആൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നത്, അതായത് ഇന്ന് തന്നിട്ട് നാളെ കൊറിയർ ചെയ്യും, ട്രിവാൻഡ്രത്ത് പോകണം, അപ്പോൾ അവിടേക്ക് കൊറിയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി എനിക്ക് ഓഫായിരുന്നതുകൊണ്ട് ഞാൻ ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഞാൻ കുറേ വട്ടം വേറെ രീതിയിൽ ചെയ്താലെന്ന് വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് വലുതായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊറിയർ അയക്കാനുള്ളതാണ്. അപ്പോൾ ഷീറ്റ് ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ കുറച്ച് ഇതാക്കിയിട്ടാണ് അയച്ചിട്ടുള്ളത്. ബിക്കോസ് അല്ലേന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ബോക്സിൻ്റെ വോളിയം കൂടുന്നതിനനുസരിച്ച് കൊറിയർ ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ അതും എല്ലാം ഒന്ന് മാനേജ് ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇത് ഒരു ബൊക്കെ മാത്രമല്ല, ഒരു ഹാമ്പറും കൂടി വെക്കേണ്ടായിരുന്നു. അതിൽ നമ്മൾ മുന്നേ ചെയ്ത ഒരു വർക്കിൻ്റെ റെഫറൻസ് തന്നെയാണ് ഇവർ തന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഞാൻ ചെയ്ത വർക്കിൻ്റെ തന്നെ റെഫറൻസ് കൂടുതൽ വരാറുണ്ട്. മാഷാ അല്ലാ. അങ്ങനെ എന്തായാലും അതിൽ നമ്മളൊരു ഫോട്ടോ ഫ്രെയിമും ഒരു പെർഫ്യൂമും കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ഫ്ലവേഴ്സും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് അതും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിസ്താഷ്യോ കുനാഫയും കൂടെ സെറ്റ് ചെയ്തേക്കാൻ. അപ്പം നമ്മൾ അതും കൂടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ കറക്റ്റ് സമയത്ത് അയച്ചിട്ട് ആൾ നല്ല റിവ്യൂ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ എല്ലാതിൻ്റെയും ഓൾമോസ്റ്റ് റിവ്യൂസ് പറയുന്നവരൊക്കെ ഞാൻ ഇടാറുണ്ട്. പണ്ടൊന്നും ഞാൻ ഇട്ടേരുന്നില്ല, ബിക്കോസ് നമുക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി എനിക്കൊരു സംഭവം ഉണ്ടായി, അത് ഞാൻ വെരി സൂൺ പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവത്തിൻ്റെ ബേസിസിൽ ഞാനിപ്പോൾ എല്ലാ റിവ്യൂസും ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മളെ ബൊക്കറ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതായിരുന്നു ഹാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഒന്ന് റാപ്പ് ചെയ്തിട്ട് കളർ തീമുമായിട്ട് ഏകദേശം ഒന്ന് മാച്ച് ചെയ്തിട്ടാണ്. കാരണം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പേർപ്പിൾ തീം കൊണ്ടുവരാൻ പറ്റുമോ നോക്കുന്നു. നമുക്ക് അവർ പറയുന്നതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. അപ്പോൾ അത്രയുള്ളൊരു ബൈ.